മേടരാശിക്കാരെ സംബന്ധിച്ച് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗവും. കാരണം രാഹു 11ലാണ്. രാഹുവിന് ഇഷ്ടഭാവം എന്ന് പറയുന്നത് 11ഉം 3ഉം മാത്രമാണ്. അപ്പോൾ ഈ രാഹു കേതുക്കൾക്ക് നമ്മുടെ രാശിചക്രത്തില് ഇന്നൊരു സ്ഥാനമില്ല. അവർക്ക് എവിടെ വേണമെങ്കിലും നിൽക്കാം. പക്ഷെ അവരിൽ നിൽക്കുന്നതിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാവമാണ് 11. അപ്പൊ 11 രാഹു നിൽക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കേതു വന്ന് നിൽക്കും. അപ്പോൾ അത് മേടൻ രാശിയുടെ 5ാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അതൊക്കെ എത്രയൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് രാഹു കൂടെ 11 സാമ്പത്തികമായ ലാഭങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തരുമ്പോൾ അതെങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളത് ഈ കേതു നമുക്ക് മാറ്റങ്ങൾ തരും. ഒരു ജ്ഞാനം കൂടി തരുന്ന ഒരു ഗ്രഹമാണ് കേതു. ഖണ്ഡകാരകനാണ് എങ്കിലും നമുക്ക് അറിവുകളെയും തരുന്ന ഒരു ഗ്രഹമാണ് കേതു. അപ്പോൾ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്താനഭാവമാണ് 5ാം ഭാവം, അവിടെയാണ് നിൽക്കുക. അപ്പോൾ കുട്ടികൾക്ക് പുറത്തേക്കൊക്കെ പോകാനോ അല്ലെങ്കിൽ വേറെ വല്ല ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ സാമ്പത്തികമായ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ദോഷങ്ങളൊന്നുമില്ല. നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ബിസിനസ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതിൽ ഏഴരശനി ഉണ്ട് മേടക്കാർക്ക്, എങ്കിലും രാഹു നിങ്ങൾക്ക് ഈ ഒരു വർഷം നല്ല ഗുണങ്ങളാണ് തരാൻ പോകുന്നത്. അപ്പോൾ ഈ മേടരാശിക്കാരെ സംബന്ധിച്ച് രാഹുവിൻ്റെ ഈ ഒരു കാലഘട്ടം 1.5 വർഷം ഏറ്റവും നല്ലൊരു കാലമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. രാഹു പിന്നെ ചെറിയ ചെറിയ സ്കിന്നിലുള്ള രോഗങ്ങളെയൊക്കെ തരും. അതാണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോവാം.